ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന മുക്കൻ ടൗൺ, അഗസ്ത്യൻമുഴി, മണാശ്ശേരി എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ചാന്ദിനി പറഞ്ഞു. മുക്കം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും മുക്കം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കെ.പി. ചാന്ദിനി വ്യക്തമാക്കി. ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന മുക്കം നഗരസഭയിലെ മുക്കൻ ടൗൺ, അഗസ്ത്യൻമുഴി, മണാശ്ശേരി അങ്ങാടികളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ചാന്ദിനി പറഞ്ഞു. മുക്കം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ.പി. ചാന്ദിനി. മുക്കം സൗന്ദര്യവൽക്കരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും അമൃത് 2 പദ്ധതി വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും EMS ഹാളിൻ്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുമെന്നും അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജോബ് സെൻറ്റർ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ഒപ്പം നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം, CHC കെട്ടിടം എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്നും കാർഷിക മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും വനിതകൾക്കായി ഓട്ടോ സ്വയം തൊഴിൽ സംരംഭം, വനിതാ ഹോട്ടൽ എന്നിവ നടപ്പാക്കുമെന്നും കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. മുക്കത്തിൻ്റെ 1ാം സൗന്ദര്യവൽക്കരണ ഘട്ടം കഴിഞ്ഞു. 2ാം സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയാണ് ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതേപോലെ പശ്ചാത്തല മേഖലയിൽ 128 ലക്ഷത്തോളം രൂപയുടേത് MLAയുടെയും മറ്റ് 100 കോടിയിലധികം നഗരസഭയുടെ ഫണ്ടും നഗരസഭയ്ക്ക് ലഭിച്ച പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട് വെച്ചിട്ട് പശ്ചാത്തല മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവൃത്തി മാത്രം എടുത്തു പറയാനുണ്ട്. അതേപോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അമൃത് 2 എന്നുള്ള അതിൻ്റെ ഒരു 1ാം ഘട്ടം പൈപ്പ് ലൈൻ ഇട്ടു. ഇനി ടാങ്കിൻ്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ EMS ഹാള് ഫെബ്രുവരി ആകുമ്പം അതിൻ്റെ റിനോവേഷൻ കഴിയും. ഡിജിറ്റലൈസേഷൻ ഏകദേശം പൂർത്തിയായി. അതേപോലെ എടുത്തു പറയാവുന്ന ജോബ് സ്റ്റേഷൻ നഗരസഭയുടെ തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജോബ് സെൻറ്റർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് നഗരസഭയ്ക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് വേണം. അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഒരു DPR തയ്യാറാക്കി അതിൻ്റെ ഒരു പകുതിയോളം ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവൃത്തി DPR തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതേപോലെ CHC നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അടുത്തുള്ള PHCകളെയൊക്കെ ആശ്രയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് മുക്കം നഗരസഭയിലുള്ളത്. അതിൻ്റെ പണി അത് 13,60,00,000 രൂപ സർക്കാരിൻ്റെ MLAയുടെ നേതൃത്വത്തിൽ ലഭിച്ചിട്ടുണ്ട്. ആ തുകയുടെ വർക്ക് ഉടനെ തന്നെ അതിൻ്റെ ഡിമോളിഷൻ കാര്യങ്ങളായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, കോൺട്രാക്ടർക്ക് അത് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വർക്ക് തുടങ്ങുന്നതാണ്. നീന്തിവ മക്കളെ, ആർച്ച, കരാട്ടെ പദ്ധതി എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം കരിയർ ഗൈഡൻസ്, മാലിന്യ നിർമ്മാർജ്ജനം പദ്ധതികളും നടപ്പാക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ മുക്കം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C. ഫസൽ ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് കക്കാട്, വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടുമുക്കം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.